നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മൈക്ക് ചതിച്ചാശാനെ എന്നായിരുന്നു എല്ലാവരും പറയുന്നത്. സത്യത്തിൽ ചതിച്ചത് മൈക്കാണോ അതോ നമ്മുടെ മുഖ്യമന്ത്രിയാണോ? നമ്മൾ പ്രൈമാഫീസിൽ, അതായത് പ്രാഥമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ചതിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് ആ ചതി നടന്നിരിക്കുന്നത്? ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലുള്ള ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടതും കേരളത്തിലെ ആൾക്കാർ തിരിച്ചറിയേണ്ടതുമായ ചില സാഹചര്യങ്ങളാണ് ഈ ഒരൊറ്റ ക്ലിപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ്? നമുക്കറിയാവുന്ന കുട്ടനാട് റെജി ചെറിയാൻ, നമ്മുടെ കേരള കോൺഗ്രസിൽ നിന്നുള്ള റെജി ചെറിയാനാണ് കുട്ടനാട് MLA. കുട്ടനാട് എന്ന് പറയുന്നത് ജലോത്സവത്തിൻ്റെ നാടാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ജലോത്സവത്തിൻ്റെ നാടാണ്. അവിടെ കുട്ടനാട് വെള്ളപ്പൊക്കം ഉണ്ടായാൽ അവിടെ ഉള്ളവർ അങ്ങനെ തന്നെ ജീവിച്ച് ശീലിച്ചു പോകുന്ന ആളുകളാണ്. ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് കുട്ടനാടിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണമാണ്. ജലോത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടനാടുകാരെയും ആലപ്പുഴക്കാരെയും സംബന്ധിച്ചിടത്തോളം അതൊരു വികാരം തന്നെയാണ്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രാദേശിക അവധി അനുവദിച്ച് നൽകണം. നാളിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രാദേശിക അവധി, വലിയ അവധിയൊന്നുമല്ല ചോദിക്കുന്നത്, പ്രാദേശിക കുട്ടനാട് താലൂക്കിൽ മാത്രമായി പ്രാദേശിക അവധി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റെജി ചെറിയാൻ എന്ന് പറയുന്ന കുട്ടനാടിൻ്റെ MLA ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് വളരെ അനുഭാവപൂർവമായ ഒരു മറുപടി നൽകി. കാര്യം നാളിതുവരെയായി ഒരു സർക്കാരും അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല. പ്രാദേശിക ഉത്സവങ്ങളോട് നമുക്കെന്നും മമതയാണ്, മറ്റതാണ് മറിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പറഞ്ഞ് നമ്മളത് പഠിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പഠിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി റെജി ചെറിയാനെ അറിയിക്കുകയും ചെയ്തു. റെജി ചെറിയാൻ പറഞ്ഞു, അയ്യോ എൻ്റെ മുഖ്യമന്ത്രി വിശുദ്ധനാണല്ലോ, എൻ്റെ മുഖ്യമന്ത്രി ഇത്രയും നല്ല ഒരാളാണല്ലോ, ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ആ അവധിക്ക് വേണ്ടിയിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ ഒരാളാണല്ലോ എന്ന് കരുതി സീറ്റിൽ കാര്യമായി അമർന്നിരിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം നമ്മൾ കാണേണ്ട വേറൊരു തന്ത്രജ്ഞനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോൾ അവിടെ നേരെ ഇരിക്കുന്ന അതേ മുഖ്യമന്ത്രി VD സതീശൻ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന്. എങ്ങനെയുണ്ട് ഈ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു നയചതുരത എന്ന് നമുക്ക് പറയേണ്ടി വരും, നയചാതുര്യം എന്ന് പറയാം. ഒരു കാരണവശാലും അവധി കൊടുക്കില്ല, തീരുമാനിച്ചു, അഡ്ഡമൻ്റാണത്. ഇതെങ്ങനെ കഴിയുന്നു പ്രിയ നേതാവേ? നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഒരു വാക്ക് പബ്ലിക്കായി ഇങ്ങനെ പറയാനും അതോടൊപ്പം മറിച്ച് ഒരു സ്വകാര്യ വേദിയിൽ ഇരുന്നു കൊണ്ട് അത് നടക്കില്ല, അത് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയാനുമുള്ള നിങ്ങളുടെ ആ ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ, അതിന് വേറൊരു പേരാ പറയുന്നത്, തൽക്കാലം പറയുന്നില്ല. ആ ഇരട്ടത്താപ്പ് നയം വളരെ മോശമായി. ഇപ്പം ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ ജനങ്ങളോട്, അതായത് ഈ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻപ് ജനങ്ങളോട് പറഞ്ഞ ഓരോ വാക്കുകളും ഇത് തന്നെയല്ലേ കാണിക്കുന്നത്? ഇതിനു മുൻപ് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കാണാനായി, അതായത് നമുക്കറിയാവുന്ന പോലെ എനിക്ക് പുതുയുഗ യാത്രയിലാണ് എന്ന് തോന്നുന്നു, പുതുയുഗ യാത്രയിലോ മറ്റോ പങ്കെടുക്കുന്ന സമയത്തിൽ ഒരു സ്ത്രീ, എനിക്കൊന്ന് കോൺഗ്രസ് പ്രവർത്തക തന്നെയായ ഒരു സ്ത്രീ ഒരു പേപ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നൽകുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ദൃശ്യം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം ശക്തമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ആ കടലാസ് വാങ്ങി ഒരു വിലയും നൽകാതെ കീറിക്കളയുന്ന ഒരു സാഹചര്യം അങ്ങ് വരുത്തി, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വരുത്തി വെച്ചിരുന്നു, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ്, പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപ്. അപ്പോൾ അന്നെല്ലാവരും അതിനെ വിമർശിച്ചു. ഒരാൾ നൽകിയ ഒരു കടലാസ് വായിച്ചു നോക്കാൻ പോലുമുള്ള സാമാന്യ മര്യാദ കാണിക്കാതെ അത് പിച്ചി ചീന്തി കളയുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങെന്താണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അന്ന് VD സതീശൻ എന്താ മറുപടി പറഞ്ഞത്? അത് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യമായിരുന്നു, മറ്റാരും കാണാനോ കേൾക്കാനോ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അവരെന്നോട് ആവശ്യപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ആ പേപ്പർ കീറിക്കളഞ്ഞത് എന്ന് പറഞ്ഞു. ഇത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടിയായിരുന്നു എന്നുള്ളത് വ്യക്തം. അല്ലാതെ അതിനപ്പുറത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ അവർ നൽകി എന്താണെന്നോ, അതായത് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം വലിയ കാര്യമാത്ര പ്രസക്തമായി പ്രസംഗിക്കും. എന്നാൽ അദ്ദേഹം അതങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന പഴയ മണീച്ചെയിൻകാരൻ്റെ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തനിയെ ഉണർന്നു വരികയും ആ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുതന്നെയല്ലേ ഈ റെജി ചെറിയാൻ എന്ന് പറയുന്ന MLA നിങ്ങൾ കാട്ടിയത്? അദ്ദേഹം അനുഭാവപൂർവ്വം കുട്ടനാട് എന്ന് പറയുന്ന ഒരു വികാരമായി ജലോത്സവത്തെ കൊണ്ടു നടക്കുന്ന ആ ജനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രതീക്ഷകൾക്കല്ലേ അങ്ങ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കടക്കിൽ കത്തിവെച്ചത്? അത് ഒരു സംഭവം. നമുക്കറിയാവുന്നതുപോലെ എൻ്റെ ചേട്ടനാണ്, എൻ്റെ ജ്യേഷ്ഠതുല്യനാണ് എന്ന് പറയുന്ന K. സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഇട്ട് വട്ട് കളിപ്പിച്ചത് നമ്മുടെ കൺമുമ്പിൽ ഉദാഹരണമായി നിലനിൽക്കുകയല്ലേ?
സ്വന്തം പാർട്ടിയിലെ ഉന്നതനായ ഒരു നേതാവെന്ന് തന്നെ പറയേണ്ടി വരും. ആ കെ സുധാകരനെ ഇവിടെ ഇട്ട് വട്ട് കളിപ്പിക്കുകയല്ലായിരുന്നോ? കെ സുധാകരൻ ജ്യേഷ്ഠസ്ഥാനീയനാണ് എന്ന് പറയുകയും എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതേ കെ സുധാകരനെതിരായി കെ സി വേണുഗോപാലിന്റെ മുന്നിൽ പോയി എന്ന് കരഞ്ഞ് പരാതി പറയുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നില്ലേ വി ഡി സതീശൻ? അപ്പോൾ ഇങ്ങനെ ഇരട്ടത്താപ്പ് കളി കളിക്കാൻ, ഡബിൾ ഗെയിം കളിക്കാൻ ഏറ്റവും മിടുക്കനായ ഒരു നേതാവാണ്. ഈ മോഡിഫിക്കേഷനെ കുറിച്ച് കുട്ടികൾ ഇവിടെ ചോദിച്ചല്ലോ, ഇവിടെ ജെൻസി കുട്ടികൾ ചോദിച്ചു മോഡിഫിക്കേഷൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോഴെന്താ അങ്ങ് പറഞ്ഞത്? അന്ന് വി ഡി സതീശൻ പറഞ്ഞ എന്താ? ഒരു പ്രത്യേകതര ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു വാക്കല്ലേ അതൊക്കെ പാലിക്കപ്പെടുമെന്ന്. വാക്കാണ് പ്രധാനം. എന്നിട്ട് എന്താണ് ചെയ്തത്? ഇവിടെ സീറ്റ് ഓവർ മാറുന്നതിന് ഏത് മോഡിഫിക്കേഷനാ? ഏതെങ്കിലും ആർ ടി ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയി അവിടെ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാറിൻ്റെ സീറ്റ് ഓവർ മാറാൻ കഴിയുകയുള്ളൂ? അല്ലല്ലോ. നമുക്ക് സീറ്റ് ഓവർ മാറാനുള്ള അതിന് പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ കാറിനുള്ളിൽ മ്യൂസിക് സിസ്റ്റം വെക്കാൻ കഴിയും. അതൊന്നൊരു മോഡിഫിക്കേഷനായിട്ട് എന്നാണ് കൊണ്ടുവന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ജെൻസി കുട്ടികളുടെ നെഞ്ചത്തേക്ക് കത്തിവെക്കുന്നതായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം എന്താ മലപ്പുറത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ 5000 രൂപ ഫൈൻ വന്നു, 5500 രൂപ എന്തോ ഫൈൻ വന്നു. മോഡിഫിക്കേഷൻ നടത്താം എന്ന് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക് ബമ്പറിനോട് ചേർത്തൊരു ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്തിരുന്നു കാറിന്റെ. എർട്ടിഗയാണെന്ന് തോന്നുന്നു കാറ്, ഒരു ടാക്സിക്കാരനാണ്. അദ്ദേഹത്തിന് MVD ഫൈൻ കൊടുത്തു. അതിരിക്കുന്നത് കൊണ്ട് 5500 രൂപയുടെ ഫൈനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതോടുകൂടി അദ്ദേഹത്തിന് അത് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ എവിടെയാണ് മോഡിഫിക്കേഷൻ? വ്യാപകമായി ബസ്സുകളും ടൂ വീലറുകളും കാറുകളും അടക്കം പരിശോധിക്കപ്പെടുകയാണ് മോഡിഫിക്കേഷന്റെ പേരും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെയും അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? എന്നിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതേ വി ഡി സതീശൻ തന്നെയല്ലേ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചപ്പോൾ ഇവിടെ ഇടതുപക്ഷ സർക്കാർ അധിക നികുതി വേണ്ട എന്ന് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചത്? എന്നിട്ട് എന്താ ഇപ്പോൾ ജനങ്ങളോട് പറയുന്നത്? അത് അന്നുണ്ടായിരുന്ന പെട്രോൾ വിലയിലാണോ നമ്മൾ ഇന്ന് പെട്രോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? അല്ല. ഒരു 10 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അടിക്കുമ്പോൾ നമുക്ക് എത്ര കുറവാണ് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. എത്ര അളവായിരിക്കും നമ്മുടെ വണ്ടിക്കുള്ളിലേക്ക് വീഴുന്ന പെട്രോളിൻ്റെ അളവെന്ന്. അപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോട് പറഞ്ഞിട്ടുള്ളതൊന്നും വി ഡി സതീശൻ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ കടപ്പുറത്ത് കിടക്കുന്ന ധാതു നിക്ഷേപമുണ്ട്, വൻതോതിൽ കിടക്കുന്ന ധാതു നിക്ഷേപം. ഇവിടെ എന്തിനാണ് CMR ED വീണ ടി അല്ലെങ്കിൽ വീണ തൈക്കണ്ടികളുടെ ഇങ്ങനെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കേരളത്തിലേക്ക് ഈ ധാതു നിക്ഷേപത്തെ കരിമണൽ ഊറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി കരാർ എടുക്കാൻ പോകുന്ന കമ്പനിയായ CMRL എന്ന് പറയുന്ന നടത്തിക്കൊണ്ടു പോകുന്ന കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ലഭിക്കാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങിച്ചു. മാസപ്പടി എന്നുള്ള മാധ്യമ സൃഷ്ടിയാണ് കേട്ടോ. നൽകാത്ത സേവനത്തിന് പണം വാങ്ങി എന്നുള്ള പേരിൽ ഏകദേശം 1.72 കോടിയുടെ പേരിലാണ് ഇന്ന് വീണ തൈക്കണ്ടിയിൽ EDയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുന്നത്. അതേസമയം ഇതടക്കമുള്ള അദാനി അടക്കമുള്ള CMRL അടക്കമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് നിയമപരമായി നമ്മുടെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ധാതുക്കൾ ഊറ്റിക്കൊണ്ടു പോകാം, കരിമണൽ ഊറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടെ ബഡ്ജറ്റ് കൊണ്ടുവന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് വി ഡി സതീശൻ എന്നാണെന്നേ. അപ്പം ഒരു സമയത്ത് പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറയും, എന്നാൽ പറയും ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയും. ഇൻവെസ്റ്റ്മെന്റ് വേണം അത്രയും നമ്മുടെ സംസ്ഥാനത്തിന്. അപ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പം നമുക്കറിയാം, അദാനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ KICBയിൽ ഏകദേശം എത്ര കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ഇതാണ് 34,000 കോടിയുടെ ഇതല്ലേ നടക്കാൻ പോകുന്നത്? അപ്പോൾ അതെങ്ങനെ വന്നു? സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നു. ഈ സ്മാർട്ട് മീറ്ററുകൾ ആരാ? അദാനി കമ്പനിയാണ് കൊടുക്കുന്നത്. അപ്പം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തോ അകത്തോ ഒക്കെ വെച്ച് നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ അവർക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ട സമീപനം നടത്തുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോകുന്നത്? അവർക്ക് നേരെ അല്ലെങ്കിൽ അവർക്കുള്ള മുഖമടച്ചുള്ള മറുപടിയല്ലേ ഇന്ന് അക്ഷരാർത്ഥത്തിൽ സഭയിൽ വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞത്? അല്ലേ? ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറയാൻ മാത്രം എന്ത് ധാർഷ്ട്യമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മൈക്കല്ല ചതിച്ചത്.
ഇവിടെ ചതിച്ചത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ചതിച്ചത്. ജനങ്ങളോട് മൈക്കിന് തോന്നിയ അനുതാപവും സ്നേഹവും അല്ലെങ്കിൽ സഹതാപവുമാണ് അക്ഷരാർത്ഥത്തിൽ മൈക്ക് അവിടെ ഓണായിരിക്കാൻ തന്നെ കാരണം. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ചതി നമ്മുടെ കേരളക്കാർ തിരിച്ചറിഞ്ഞു. കുട്ടനാടുകാർക്ക് ഇനിയെങ്കിലും കണ്ണ് തുറന്ന് നോക്കാൻ സമയമുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.